തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഡോക്ടർ ടി എം തോമസ് ഐസക് അർഹിക്കുന്നതിനേക്കാൾ വലിയ തോൽവിയിലേക്കാണ് അദ്ദേഹം പോയത് എന്നുള്ളതൊരു വസ്തുതയാണ്. പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്ന് പാർട്ടി കേഡറുകൾ അടക്കം വിലയിരുത്തിയതാണ്. നമ്മുടെ ചർച്ചയിലടക്കം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിനടക്കം തോൽവി നേരിടേണ്ടി വന്നു? ഏറ്റവും നല്ല, അതായത് അവൈലബിൾ ബെസ്റ്റിനെയാണ് CPIM ഇക്കുറി മത്സരിക്കാൻ ഇറക്കിയത് എന്നുള്ളത് നമ്മളടക്കം ഇവിടെ ഇരുന്ന് വിലയിരുത്തിയതല്ലേ. അപ്പോൾ അവൈലബിൾ ബെസ്റ്റിനെ 15 സീറ്റിൽ ഇറക്കിയിട്ട് ഒരു സീറ്റാണോ നേടേണ്ടത്? വോട്ട് വിഹിതം കൂട്ടേണ്ടത് ഇത്രയുമാണോ? BJP ഇപ്പുറത്ത് വളരുമ്പോൾ അതിനായി ഞങ്ങളുടെ വോട്ടുകൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കേണ്ടവരാണോ ക്യാപ്റ്റനും സംഘവും? അത് തിരിച്ചറിഞ്ഞോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് തിരിച്ചറിഞ്ഞിട്ടില്ല. കണ്ണൂരിലെ അണികളൊക്കെ ഇപ്പോൾ P ജയരാജൻ ആശയം ആശ്രയം എന്ന രീതിയിലൊക്കെ കുറെ ആളുകളെങ്കിലും മാറിയിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം മറുഭാഗത്ത് പോരാളി ഷാജിയെ തപ്പി നടക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് കൃത്യമായ അണികളോട് സംസാരിക്കുന്ന P ജയരാജൻ എന്ന് പറയുന്ന നേതാവ് അവിടെ നിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തോട് തിരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്ന് തുറന്നു പറയാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് നേതാക്കൾ മാറിയില്ലെങ്കിൽ ഈ പാർട്ടിയിൽ വേണ്ട രീതിയിലുള്ള ഒരു തിരുത്തൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല.